ഗൈസ്, അപ്പൊ രേണു സുധിയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പലർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്, കേട്ട് മടുത്തൊരു വിഷയം തന്നെയാണ് എന്നുള്ളത്. പക്ഷെ ചിലത് കാണുമ്പോൾ നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. സമൂഹത്തിന് ഒരു തരത്തിലും ഗുണമില്ലാത്തതും ഒരു കൂട്ടം ആൾക്കാരെ പറ്റിക്കുന്നതായിട്ടൊരു പരിപാടി അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അടപടലം മൂഞ്ചുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ ലക്കി ഡ്രോനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കൊല്ലം സുധിയുടെ ഭാര്യയും പ്രതീഷ് പാലക്കാടും കൂടെ ചേർന്നിട്ടായിരുന്നു ഒരു വീഡിയോ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 500 രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുക്കുക, അതിന് കോടിക്കണക്കിന് ക്യാഷ് കിട്ടുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് അത് വീതം വെച്ച് കൊടുക്കുക. ഈ ഒരു പരിപാടിയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് തികച്ചും സ്കാം തന്നെയാണ്. വേറൊന്നല്ല, 2500 സ്ക്വയർ ഫീറ്റ് കിടിലം വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, സത്യാവസ്ഥ വെളിപ്പെടുത്തി കുറെ പേര് രംഗത്ത് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ആ വീഡിയോസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ അക്കൗണ്ടിലും യൂട്യൂബിലും ഏതും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നും അവരുടെ ആ വീഡിയോ കാണുന്നില്ല. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് രേണു സുധി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത് അല്ലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ട്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുകയും ഇത്രയും ഫെയിം ആവുകയും ചെയ്തിട്ട് ഇപ്പൊ പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം കഴിവിലാണ് അറിയപ്പെടുന്നത്, അല്ലാതെ ഒരാളുടെ കീഴിലല്ല അല്ലെങ്കിൽ ഒരാളുടെ തണലിലല്ല ഞാൻ അറിയപ്പെടുന്നത് എന്ന രീതിക്കാണ് രേണുവിന്റെ പോക്ക് എന്ന് പറയുന്നത്. രേണു എന്ന വ്യക്തിനെ നമുക്ക് അറിയുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ. ഈ ഒരു പേരിൽ മാത്രമാണ് നമുക്ക് രേണു സുധീനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം രേണു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും സുധി കാരണമാണ്, അല്ലെങ്കിൽ കൊല്ലം സുധീന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്, കൊല്ലം സുധി കാരണമാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്നൊക്കെയായിരുന്നു രേണു സുധി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ രേണു ഇപ്പൊ പറയുന്ന കാര്യങ്ങളിലും രേണുവിന്റെ ഭാവത്തിനും എല്ലാം നല്ല രീതിക്ക് ചേഞ്ചസ് ഉണ്ട്. സുധിച്ചേട്ടൻ മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെയാണ് ആ നിലയിൽ ജീവിക്കുക എന്നായിരുന്നു ചിരിച്ചുകൊണ്ടാണ് രേണുവിന്റെ മറുപടി. പിന്നെ എന്തുകൊണ്ടാണ് രേണു ആ പേരെടുത്ത് മാറ്റുന്നില്ല? രേണുവിന്റെ പേരിനോട് കൂടെ എന്തിനാണ് സുധി എന്ന വാക്ക് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സുധി എന്ന പേര് വെച്ചിരിക്കുന്നത്? സ്വന്തമായി പൊക്കി പറയുന്ന ഒരാളായിട്ടാണ് ഇപ്പൊ രേണു മാറിയിരിക്കുന്നത്. രേണു എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് പല ഇന്റർവ്യൂസിലും രേണു പറഞ്ഞിട്ടുള്ളത്. സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്താണ് ഈ ആൽബങ്ങളെല്ലാം എന്ന രീതിക്കാണ്. ഇത്രയും വ്യൂസ് കൂടി അല്ലെങ്കിൽ ഇത്രയും ഫേമസ് ആയി എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ആൽബം ഹിറ്റായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അതിന്റെ വ്യൂസിന്റെ അടിസ്ഥാനത്തിലല്ല. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണം, ആൾക്കാരുടെ മനസ്സിലേക്ക് ആ ആൽബം സോങ്സും കാര്യങ്ങളെല്ലാം എത്തണം. രേണുവിന്റെ ആൽബം കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവിനേക്കാളും കൂടുതലുള്ള നെഗറ്റീവാണ്. നെഗറ്റീവിലൂടെ ഫേമസ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണോ രേണു, അല്ലെങ്കിൽ തന്നെ ഈ ലക്കി ഡ്രോ ഒരു തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അവർ വീഡിയോ പ്രസന്റ് ചെയ്തതാണോ? പിന്നെ സോറി പറഞ്ഞിട്ടൊക്കെ അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി കാണിക്കുന്ന ഷോ ആണോ എന്നൊക്കെ കുറെ കമന്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.